ഹലോ ഓൾ. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അത് റിലേറ്റഡ് ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പെൻറ്റഗൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പെൻറ്റഗൺ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ ഒരു 5 സൈഡഡ് ആയിട്ടുള്ള പോളിഗൺ ആണല്ലോ. ഇനി റെഗുലർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഈക്വൽ, അതായത് എല്ലാ സൈഡും ഈക്വൽ ആണ് ഈ പെൻറ്റഗണിന്റെ. ഓക്കെ, നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പെൻറ്റഗൺ ആണ്. ഓക്കെ, നമുക്കറിയാം സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? n-2 ഇൻറ്റു 180 ഡിഗ്രി ആണല്ലോ. അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണെങ്കിൽ നമ്മുടെ റെഗുലർ പെൻറ്റഗൺ എത്ര സൈഡ് ഉണ്ട്? ഇറ്റ് ഹാവ് 5 സൈഡ്സ്. സോ n ഈക്വൽ ടു എത്രയാണ്? ഈ ഒരു കേസിൽ 5 ആണ്. സോ സം എന്ന് പറയുന്നത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എന്ത് വരും? 5 മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് വരും. ഓക്കെ, 5 മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി ദാറ്റ് ഈസ് 3 ഇൻറ്റു 180 ഡിഗ്രി എത്ര വരും? 3 ഇൻറ്റു 180 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 540 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 540 ഡിഗ്രി ആണ് എന്ന് പറയുന്നത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എത്രയാണ്? ഇറ്റ് ഈസ് 540 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത, എ സ്കെയിലിൻ ട്രയാങ്കിൾ ഈസ് ദ ട്രയാങ്കിൾ. സ്കെയിലിൻ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചതാണ്. സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡും അൺഈക്വൽ ആയിരിക്കും. ഓക്കെ, അൺഈക്വൽ ലെങ്ത് ഉള്ള 3 സൈഡ്സ് ഉള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then the simplest figure which can be plotted without angles but with the side വെച്ച് മാത്രം നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന സിംപ്ലസ്റ്റ് ഫിഗർ ഏതാണ്? ഇറ്റ് ഈസ് ട്രയാങ്കിൾ. അതെങ്ങനെയാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്? അതായത് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാനായിട്ട് എനിക്കിപ്പോൾ 3 സൈഡിന്റെ ലെങ്ത് അറിയാമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സൈഡിന്റെ ലെങ്ത് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. അടുത്തിന് ഞാൻ രണ്ടാമത്തെ സൈഡ് വെച്ചിട്ട് ഞാനൊരു ആർക്ക് ഇവിടെ വരച്ചു. മൂന്നാമത്തെ സൈഡ് വെച്ചിട്ട് ഇവിടെ മറ്റൊരു ആർക്കും കട്ട് ചെയ്തു. അത് രണ്ടും ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പെക്സ് ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആംഗിൾസ് മെഷർ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ആംഗിൾസ് മെഷർ ചെയ്യാണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫിഗർ ഏതാണ്? ഇറ്റ് ഈസ് ട്രയാങ്കിൾ. Then a triangle whose sides are in a proportion of 3:4:5. 3:4:5 proportion ഉള്ള ട്രയാങ്കിൾ അതാണ്. It is right angle triangle. Right angle triangleന്റെ കേസിലാണ് എന്താണ് ആ ഒരു സൈഡ് എന്ന് പറയുന്നത് ഏതൊക്കെ ആയിരിക്കും? 3:4:5. ഇതെന്ന് പറയുന്ന 5 and this is 3 and this is 4. ഓക്കെ, 3:4:5 എന്നുള്ള പ്രൊപ്പോർഷനിൽ വരുന്ന ഏതാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കേസാണ്. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഓഫ് സൈഡ്സ് എ ആൻഡ് ബി ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് h. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മളടുത്ത് ഏരിയ ഓഫ് ട്രപ്പീസിയം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറയുമ്പോഴത്തേക്കും ട്രപ്പീസിയം എങ്ങനെ ഇരിക്കും? നമ്മുടെ ട്രപ്പീസിയം എന്ന് പറയുന്നത് നമ്മൾ ഇത് പഠിച്ചതാണ്, ഇക്വേഷൻസ് ഒക്കെ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറയുമ്പോഴത്തേക്കും ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എ ആണെന്ന് വെക്കുക. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ബി. ആൻഡ് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് h ആണെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് a plus b ഇൻറ്റു ഇറ്റ്സ് ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. If one angle of a triangle is equal to the sum of other two angles, then the triangle is a dash triangle. ഒരു ആംഗിൾ എന്ന് പറയുന്നത്, അപ്പൊ ഈ ഒരു കേസ് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞത്? ഒരു ആംഗിൾ എന്ന് പറയുന്നത് സം ഓഫ് അതർ ടു ആംഗിൾസ് ആണ് അല്ലെ. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ഇതൊരു ട്രയാങ്കിള്. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് ഇവിടത്തെ സപ്പോസ് ഇതാണ് എ ബി സി ആണെങ്കിൽ ഇപ്പൊ ഞാൻ സപ്പോസ് എ എടുക്കണം. വൺ ആംഗിൾ, ദിസ് ആംഗിൾ എ എന്ന് പറയുന്നത് ഈസ് സം ഓഫ് അതർ ടു ആംഗിൾസ്. അതായത് ആംഗിൾ എ എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ആണ്. ഓക്കെ, അങ്ങനെ അത് എന്ത് തരം ട്രയാങ്കിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് തരം ട്രയാങ്കിൾ ആണെന്ന് നമുക്കിതിപ്പോ ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ആ കൺസെപ്റ്റ് കൂടെ ഞാൻ പറഞ്ഞു തരാം.
അത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? ഇറ്റ് ഈസ് 180 ഡിഗ്രി. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിൽ ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആംഗിൾ ബി പ്ലസ് സി ആണ് അല്ലെ. അപ്പോൾ ആംഗിൾ എക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ആംഗിൾ ബി പ്ലസ് സിക്ക് ആംഗിൾ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ത് വരും? ദിസ് ആംഗിൾ എ പ്ലസ് ഇതെന്താണ്? ആംഗിൾ എ അല്ലേ. സോ ആംഗിൾ എ ഈക്വൽ ടു 180 ഡിഗ്രി. സോ 2 ടൈംസ് ആംഗിൾ എ ഈക്വൽ ടു 180 ഡിഗ്രി ആൻഡ് ആംഗിൾ എ എന്ന് പറയുന്നത് എന്ത് വരും? 180 by 2 ഇറ്റ് ഈസ് 90 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പൊ ഈ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ആ ട്രയാംഗിൾ ഏതായിരിക്കും? ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ വരുന്നത് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, എ കട്ടിംഗ് ഫോംഡ് ഇൻ എ ലെവൽ ഗ്രൗണ്ട്. ഓക്കെ, നമുക്ക് എന്തുണ്ട്? ഒരു ലെവൽ ഗ്രൗണ്ട് ഉണ്ട് അല്ലെ. ഓക്കെ, നമുക്കൊരു ലെവൽ ഗ്രൗണ്ട് ഉണ്ട്. ഇതാണ് നമ്മുടെ ലെവൽ ഗ്രൗണ്ട്. ഈ ലെവൽ ഗ്രൗണ്ടിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു കട്ടിങ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കട്ടിങ്ങിന്റെ ഒക്കെ ഷേപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ ട്രപ്പീസിയം ആണല്ലോ. കട്ടിങ്ങിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ട്രപ്പീസിയം. റോഡ് കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ലെവൽ ഗ്രൗണ്ടിൽ എന്താണ് കട്ടിങ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ലെവൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്റെ ലെവൽ ഗ്രൗണ്ട് ആണ്. ആൻഡ് ഇതാണ് എന്റെ കട്ടിങ് എന്ന് പറഞ്ഞ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഫോർമേഷൻ വിഡ്ത്ത് പറയുന്നുണ്ട് 12 മീറ്റർ എന്ന് പറയുന്നത്. ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു വിഡ്ത്ത് ആണ് എത്ര എന്ന് പറയുന്നത്? 12 മീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദ സൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1 വെർട്ടിക്കൽ ടു 3 ഹൊറിസോണ്ടൽ. അപ്പൊ ഈ ഒരു സൈഡ് സ്ലോപ്പ് എത്രയാണ് പറയുന്നത്? 3 ഹൊറിസോണ്ടലിന് 1 വെർട്ടിക്കൽ. ഓക്കെ, ഇനി ഇഫ് ദ ഫോർമേഷൻ ഹൈറ്റ് ഈസ് 3 മീറ്റർ, ഫോർമേഷൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 മീറ്റർ ആണെങ്കിൽ ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ട്രപ്പീസിയം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കത് ചെയ്യണമെങ്കിൽ നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു എ പ്ലസ് ബി. അതായത് എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എത്രയാണ്? എച്ച് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. സം ഓഫ് പാരലൽ സൈഡ്സ് വേണം അല്ലെ. നമുക്ക് എ അറിയാം, 12 മീറ്റർ ആണെന്ന് അറിയാം. എ ഈക്വൽ ടു 12 മീറ്റർ ആണെങ്കിൽ ബി നമ്മൾ കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇവിടെ എന്ത് തന്നിരിക്കുന്നത്? ഇവിടത്തെ സൈഡ് സ്ലോപ്പ് തന്നിരിക്കുന്നു 1 വെർട്ടിക്കൽ ടു 3 ഹൊറിസോണ്ടൽ എന്ന. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഹൈറ്റ് എത്രയാണ്? 3 മീറ്റർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1 വെർട്ടിക്കലിന് 3 ഹൊറിസോണ്ടൽ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എത്ര വെർട്ടിക്കൽ ഉണ്ട്? 3 മീറ്റർ ആണ് നമ്മുടെ വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോ 9 ഹൊറിസോണ്ടൽ അല്ലേ? 9 മീറ്റർ ഹൊറിസോണ്ടൽ അല്ലേ? സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? 9 മീറ്റർ. ആൻഡ് അതേപോലെ ഇവിടെയും സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 1 വെർട്ടിക്കൽ ടു 3 ഹൊറിസോണ്ടൽ. ഇവിടെയും ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. സോ 3 വെർട്ടിക്കൽ ആകുമ്പോൾ എത്ര ഹൊറിസോണ്ടൽ ആണ്? ഇറ്റ് ഈസ് 9 മീറ്റർ ഹൊറിസോണ്ടൽ ആണ്. സോ ഇത്രയും 9 ആയി. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 12 മീറ്റർ. താഴത്തെ എന്താണോ അത് തന്നെയാണ്, 12 മീറ്റർ തന്നെയാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ ബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ എഴുതിക്കൂടെ? ബി എന്ന് പറയുന്നത് ഈക്വൽ ടു, ബി ഈസ് ഈക്വൽ ടു 9 പ്ലസ് 12 പ്ലസ് 9 അല്ലേ. സോ ഇറ്റ് ഈസ് 30. 9 9 18 18 12 30. സോ 30 മീറ്റർ കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് എത്രയാണ്? 3 ഇൻറ്റു എ പ്ലസ് ബി 12 പ്ലസ് 30 ആണല്ലോ. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്കും 12 പ്ലസ് 30 ചെയ്യുമ്പോൾ 42. 42 ഇൻറ്റു 3 എന്ന് പറയുന്നത് 126 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും ഏരിയ എന്ന് പറയുന്നത് 63 എന്ന് കിട്ടും. ഓക്കെ, ഏരിയ എത്ര കിട്ടി? ഏരിയ എന്ന് പറയുന്നത് 63 മീറ്റർ സ്ക്വയർ. സോ ആൻസർ ഇവിടെ നമുക്ക് വരുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, the volume of a wedge is given by, വോളിയം ഓഫ് എ വെഡ്ജ് ആണ് അടുത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. വോളിയം ഓഫ് എ വെഡ്ജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മുടെ വെഡ്ജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആൻസർ വരുന്നത് L/6 സം ഓഫ് പാരലൽ എഡ്ജസ് ഇൻറ്റു ഹൈറ്റ്. ഇത് നമ്മൾ പറയാത്ത ഒരു ടോപ്പിക് ആണ് കേട്ടോ. വെഡ്ജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓക്കെ, വെഡ്ജിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ആ വെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഇറ്റ് ഇസ് എ സോളിഡ് ജോമെട്രി ആണ്. വെഡ്ജ് എന്ന് പറഞ്ഞ ഒരു പോളിഹെഡ്ര ആണ്. ഓക്കെ, വെഡ്ജ് എന്ന് പറയുന്നത് ഒരു പോളിഹെഡ്ര ആണ്. അതിന്റെ രണ്ട് സൈഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ട് ഫേസസിൽ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. പിന്നെ മൂന്ന് ട്രപ്പിസോയിഡൽ ഫേസസ് ഏതൊക്കെയാണ്? ദിസ് വൺ, ഇനി ഇതിന്റെ ബാക്കിലായിട്ട് ഈ സൈഡിലായിട്ട് ഒന്നുണ്ട്, പിന്നെ താഴത്തെ ഒരു ഒന്നുണ്ട് അല്ലെ. അങ്ങനെ മൂന്ന് എന്തുണ്ട്? ട്രപ്പിസോയിഡൽ ഫേസസും ഉണ്ട്. അതിനെയാണ് നമ്മൾ ഒരു വെഡ്ജ് എന്ന് പറഞ്ഞത്. ഓക്കെ, എന്താണ്? രണ്ട് ട്രയാങ്കുലർ ഫേസസും മൂന്ന് ട്രപ്പിസോയിഡൽ ഫേസസും ഉള്ള ഒരു പോളിഹെഡ്രനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ വെഡ്ജിന് അപ്പൊ എത്ര ഫേസസ് ഉണ്ട്? 1 2 3 4 and 5. This 1 2 3, then ഇവിടെ ഒരു ഫ്രണ്ടിലായിട്ട് ഒരു 5 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എത്ര ഫേസസ് ഉണ്ട്? 5 ഫേസ് ഉണ്ട്, 9 എഡ്ജസ് ഉണ്ട്, 6 വെർട്ടീസസും ഈ ഒരു വെഡ്ജിനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ BH into A/3 plus 6/6 C/6 ആണ്. ഇനി നമുക്കൊന്ന് മാറ്റി നമുക്ക് ഈ ഒരു ഫോമിലേക്ക് വേണം അല്ലെ, ഈ ഒരു ഫോമിലേക്ക് വേണം. അതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആദ്യം ചെയ്യുന്നത് B into H അതേപോലെ തന്നെ എഴുതി into A/3, താഴെ 3 അല്ലേ, അതിന് ഞാൻ 6 ആക്കാൻ എന്ത് ചെയ്യണം? മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2A divided by 6 plus C/6 എന്നായില്ലേ. ഓക്കെ, ഇനി ഈ 6 ഞാൻ വെളിയിലെടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 6 ഞാൻ വെളിയിലെടുത്തു കഴിഞ്ഞാല് B/6 into 2A plus C into H എന്ന് എഴുതി കൂടെ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നിട്ട് 2A plus C എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സം ഓഫ് പാരലൽ എഡ്ജസ്. അതായത് ഇവിടെ ഒരു A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് A ആൻഡ് ഇപ്പുറത്തുള്ള ഈ ഡിസ്റ്റൻസ് എന്താണ്? A ആണ്. അതെന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ടുള്ള എഡ്ജ് അല്ലേ. ഇനി ഇതിന് വീണ്ടും പാരലൽ ആയിട്ടുള്ള ഒരു സൈഡ് എഡ്ജ് അല്ലേ ഇതെന്ന് പറഞ്ഞാൽ. സോ സം ഓഫ് പാരലൽ എഡ്ജസ് എന്ത് വരും? A plus C, that is 2A plus C. അപ്പൊ 2A plus C എന്ന് പറയുന്നത് സം ഓഫ് പാരലൽ എഡ്ജസ് ആയി. ഓക്കെ, അത് കറക്റ്റ് ആയി. ഇനി H എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൈറ്റ് ആണ്. ആൻഡ് L/6 ഇവിടെ ബിക്ക് പകരമാണ് L എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ചു വെക്കുക. Then when the two lines meet at a point, then two angles are formed. The sum of these two angles is equal to. Okay, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? നമ്മുടെ ഈ ഒരു കേസിൽ നമ്മളടുത്ത് പറയുന്നത് കഴിഞ്ഞാൽ when two lines meet at a point. Okay, suppose ഇതൊരു ലൈൻ ആണ് ആൻഡ് ദിസ് ഈസ് അനദർ ലൈൻ. ഓക്കെ, രണ്ട് ലൈൻ ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നു? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ട് ആംഗിൾസ് ഫോം ചെയ്യും. ഏതാണ് ആ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത്? ഒന്നെന്ന് പറയുന്നത് ഒരു ഇന്റീരിയർ ആംഗിൾ. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇന്റീരിയർ ആംഗിൾ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഒരു ഇന്റീരിയർ ആംഗിളും ഫോം ചെയ്യും ആൻഡ് ഒരു എക്സ്റ്റീരിയർ ആംഗിളും ഫോം ചെയ്യും. ആണല്ലോ. ദെൻ അത് ഏതാണെന്ന് അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കുക. ടു ആംഗിൾസ് ആ ഫോംഡ് എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി സം ഓഫ് ദീസ് ടു ആംഗിൾസ് ഈസ് ഈക്വൽ ടു, അതായത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് പ്ലസ് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് പ്ലസ് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇത് 360 ഡിഗ്രി. അതായത് ഈ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? അതെന്ന് പറയുന്നത് 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആൻസർ ഇവിടെ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി. വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ബേസ് റേഡിയസ് R ആൻഡ് ഹൈറ്റ് H. ഓക്കെ, നമ്മള് റൈറ്റ് സർക്കുലർ കോണിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് 1/3 into πr² H ആയിരുന്നു. ഇക്വേഷൻ ഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇങ്ങനെ if the radius of a cylinder is double then its volume will be. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ഒരു സിലിണ്ടർ ഉണ്ട്, അതിന്റെ റേഡിയസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡബിൾ ചെയ്യുവാണ്. ഓക്കെ, റേഡിയസ് ഞാൻ എന്ത് ചെയ്യുവാണ്? ഡബിൾ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഒരു സിലിണ്ടർ ഇതെന്ന് പറഞ്ഞാൽ എന്റെ സിലിണ്ടർ എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ്, ആദ്യത്തെ റേഡിയസ് എന്ന് പറയുന്നത് R1 ആയിരുന്നു. സോറി, R1 is equal, ഫസ്റ്റ് റേഡിയസ് R1 is equal to R എന്ന് എടുത്തു.
സെക്കൻഡ് റേഡിയസ് അതിന് ഞാൻ ഡബിൾ ചെയ്യണം. അപ്പൊ 2r ആയി. ഡബിൾ ചെയ്തു എന്നാണ് പറഞ്ഞാൽ ഇതിന്റെ വോളിയത്തിന് എന്ത് ചേഞ്ച് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം കണ്ടുപിടിക്കാൻ, സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ? വോളിയം കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ഇക്വേഷൻ? പൈ ആർ സ്ക്വയർ എച്ച് ആയിരുന്നു. സോ വോളിയം എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. സോ V1 എന്ന് പറയുന്നത് R1 സ്ക്വയർ ആണ്, ആർ സ്ക്വയർ ആണെങ്കിൽ V2 എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? 2r the whole square, that is 4r square ആണല്ലോ. അപ്പൊ ആദ്യത്തേനെ വെച്ച് നോക്കുമ്പോ ഇതെന്ന് പറയുന്നത് എന്താണ്? ആർ സ്ക്വയർ എന്ന് പറഞ്ഞാല് അപ്പൊ ഇവിടെ നിന്ന് എഴുതാം V2 എന്നുള്ള പ്രപ്പോർഷണൽ ടു V1 into 4 എന്ന് എഴുതി കൂടെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്തായി? ഫസ്റ്റത്തെ വോളിയത്തിനേക്കാളും 4 ടൈംസ് കൂടുതലാണ് എന്ത് വന്നത്? നമ്മുടെ V2 വന്നത്. സോ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി. What is the area of an equilateral triangle of side 16 centimeter? ഓക്കെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുക്കുവാണ്. അപ്പൊ ഇതാണ് എന്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെക്കാം. ഓക്കെ, ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ ആണ്. അതായത് എല്ലാ സൈഡും ഈക്വൽ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ. ഓക്കെ, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് √3/4 into a square ആയിരുന്നു. സോ √3/4 into a square എത്രയാണ്? 16 സ്ക്വയർ. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3/4 into 16 സ്ക്വയർ. സോ 16 സ്ക്വയർ എന്ന് പറയുന്നത് 256 ആണ്. ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 64 കിട്ടും. ഇൻറ്റു √3 കൂടെ ചെയ്യുക. അപ്പോൾ 110.8 എന്ന് കിട്ടും. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏത് വരും? 110.85 സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ എ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, എന്താണ് നമ്മളിപ്പോ പഠിച്ചത്? യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ എന്നുള്ള ചാപ്റ്റർ. നമുക്ക് ഇതിൽ സമയം കിട്ടുന്ന പോലെ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 6 മാർക്കായിരുന്നു ഈ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ കിട്ടുന്ന പോലെയൊക്കെ ചെയ്യുക. നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സമയമുള്ള ഉണ്ടെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.